الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر كلما كبره المكبرون الله أكبر كلما ذكره الذاكرون وغفل عن ذكره الغافلون الله أكبر كبيرا والحمد لله كثيرا وسبحان الله وبحمده بكرة وأصيلا لا إله إلا الله والله أكبر الله أكبر ولله الحمد الحمد لله الذي جعل الكعبة البيت الحرام قياما للناس وجعلها مثابة للناس وأمنا يجبى إليه ثمرات كل شيء ويسعى إليه وفد الله من كل فج وإقليم ملبين دعوة أبيهم إبراهيم عليه أفضل الصلاة وأزكى التسليم وأشهد أن لا إله إلا الله وحده لا شريك له شهادة تبلغنا رضوانه وأشهد أن نبينا محمدا عبده ورسوله الداعي إلى الصدق والأمانة اللهم صل وسلم على هذا النبي وعلى آله وأصحابه وأتباعه إلى يوم الدين فيا أيها الإخوة المؤمنون اتقوا الله وعظموا شعائر الله فإن تعظيم شعائر الله من تقوى القلوب الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد ഏറെ ബഹുമാനമുള്ള ആദരണീയരായിട്ടിക്കരെ മുഅ്മിനുകളായ മുഅ്മിനാത്തുകളായ എൻ്റെ പിരിസത്തിരെ സഹോദരന്മാരെ സഹോദരിമാരെ അല്ലാഹുവിൻ്റെ ശാന്തിയും സമാധാനവും രക്ഷയും അല്ലാഹുവിൻ്റെ കാരുണ്യവും നമ്മളിലെല്ലാവരിലും സദാ വർഷിക്കുമാറാകട്ടെ. ആദ്യമായിട്ട് എൻ്റെ എല്ലാ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ എൻ്റെ സഹോദര സഹോദരിമാർക്ക് ബലിപെരുന്നാളിലെ ആശംസകൾ നേരരെ. ഈദുക്കും മുബാറക്, കുല്ലു ആം വഅൻതും ബിഖൈർ, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സാലിഹൽ അഅമാലി വത്ത്വാഅത്ത്, അആദഹുല്ലാഹു അലൈനാ വഅലൈക്കും ബിൽഖൈരി വൽയുംനി വൽഅംനി വൽബറകാത്ത്. സഹോദരങ്ങളെ സഹോദരിമാരെ, ത്യാഗത്തിനെയും അർപ്പണബോധത്തിനെയും സന്ദേശവുമായിട്ട് ഒരിക്കൽ കൂടി ഈദുൽ അദ്ഹ ബലിപെരുന്നാൾ നമുക്ക് സമാഗതമായിരിക്കുകയാണ്. എന്തിരെ ഈദുൽ അദ്ഹ ഇട്ട് ചെന്നെങ്കിൽ, ബലിപെരുന്നാളിട്ട് ചെന്നെങ്കിൽ എന്തിരെ എന്തായിട്ടിക്കറ് അതിരെ പിന്നിലിക്കരെ ഐതിഹാസികമായിട്ടിക്കരെ ഹിന്നല എന്തായിട്ടിക്കറ് അതാണ് ഇന്ന് ഏതാനും കുറഞ്ഞ സമയത്തിലെ ഉൾക നമുക്ക് ഇന്ന് മനസ്സിലാക്കൊണ്ടുള്ളത്. വിശ്വസംസ്കാരത്തിലെ നായകനായിട്ട് ഇരിക്കുന്ന ഇമാമുന്നാസ്, ലോക ജനതയുടെ നേതാവായിട്ടിക്കരെ
അബുൽ അംബിയ, അംബിയാക്കന്മാരുടെ അബ്ബ, പിതാവിട്ട് വിളിക്കപ്പെടുക. ഖലീലുല്ലാ, അല്ലാഹുവിനെ ചങ്ങാതി, ഉറ്റമിത്രൻ എന്ന് വിളിക്കപ്പെടുക. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെയും ചരിത്രങ്ങൾ അനുസ്മരിക്കരെ ഒരു ദിവസമായിട്ടിക്കറ്. അദ്ദേഹത്തിൻ്റെ ത്യാഗ സ്മരണകൾ റിനീവാക്കണുകൊള്ള, പുതുക്കണുകൊള്ള ഒരു ദിവസമായിട്ടിക്കറ് ഈ ഈദുൽ അദ്ഹ ബലിപ്പെരുന്നാളിട്ട് ചൊല്ലുന്നത്. നാം ഇവിടെ ഉരുവിട്ടതായിരിക്കുന്ന അല്ലാഹു അക്ബർ എന്ന ആ തക്ബീർ ധ്വനികൾ, അതായിട്ടിക്കറ് പെരുന്നാളിൻ്റെ സന്ദേശം. ആ തക്ബീറിൽ നാം ആവർത്തിച്ച് ചൊന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദായിട്ടിന്ത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ സന്ദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് നിയോഗിച്ച എല്ലാ അമ്പിയാക്കന്മാരുടെയും മുർസലുകളുടെയും അങ്ങനെ ഒന്നാമത്തെ പ്രബോധനത്തിൻ്റെ വിഷയം തന്നെ ഈ തൗഹീദായിട്ടിന്ത്. ആ തൗഹീദിനെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കൊണ്ടുള്ള എല്ലാ മാർഗങ്ങളും മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വീകരിച്ച്, അതുകൊണ്ട് അദ്ദേഹത്തിന് തൻ്റെ കുടുംബത്തിൽ നിന്നും തൻ്റെ നാട്ടിൽ നിന്നും തൻ്റെ ഗവൺമെന്റിൽ നിന്നും ഭരണകൂടങ്ങളിൽ നിന്നും ധാരാളം എതിർപ്പുകൾ ഉണ്ടായി. കാരണം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിച്ച റായ, അദ്ദേഹത്തിൻ്റെ കുടുംബം, അതിലെ ചുറ്റുഭാഗത്തുള്ള പശ്ചാത്തലം അങ്ങനെയുള്ള ഒരവസ്ഥയായിട്ടിന്ത് ഉണ്ട്. ഇറാഖിട്ട് വിളിക്കരെ അണ്ടത്തെ കാലത്ത്, പഴയ കാലത്ത് മെസപ്പൊട്ടോമിയ, ബാബിലോണിയാട്ട് വിളിക്കരെ ഇറാഖിലെ പ്രധാനമായിട്ടിക്കര ഒരു പട്ടണം ഉർ. ആ പട്ടണത്തിലായിട്ടിന്ത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജനനവും അദ്ദേഹത്തിൻ്റെ വളർച്ചയും അദ്ദേഹത്തിന് കിട്ടിയ വിദ്യാഭ്യാസവും എല്ലാം തന്നെ ശിർക്കിന്റെ പശ്ചാത്തലമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബം, നാട്, ഭരണം, എല്ലാം ചുറ്റുപാടുകളും ശിർക്കിന്റെ മാഹവുലായിട്ടിന്ത്, ശിർക്കിന്റെ പശ്ചാത്തലമായിട്ടിന്ത്. അങ്ങനെയുള്ള ആ ശിർക്കിന്റെ പശ്ചാത്തലത്തിന്റെ ഇടയിൽ നിന്നിട്ട് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ പ്രപഞ്ചത്തെ പറ്റി പഠിച്ചിട്ട്, ഈ പ്രപഞ്ചത്തേക്ക് ഒരു സൃഷ്ടാവുണ്ട് പഠിച്ചിട്ട്, ആ സൃഷ്ടാവ് ഏകൈകനായിട്ടിക്കര സൃഷ്ടാവാണെന്ന് മനസ്സിലാക്കി, ആ ഏകൈകനായിട്ടിക്കര സൃഷ്ടാവിനെ മാത്രമാണ് ഇബാദത്ത് ചെയ്യേണ്ടത്, അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയപ്പോ, അത് ജനങ്ങളെ പ്രചരിപ്പിച്ചപ്പോ, അത് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങി തന്റെ റായ രാജ്യമെല്ലാം വ്യാപിച്ച് നമ്രൂദിലെ സിംഹാസനത്തിലെ അകത്തളങ്ങളിൽ വരെ ആ ശബ്ദത്തിലെ പ്രതിധ്വനി, അതിനെ എക്കോ മുഴങ്ങി. ഏത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ്. അതുകൊണ്ടായിട്ടിന്ത് അദ്ദേഹത്തിന് തൻ്റെ കുടുംബത്തിൽ നിന്ന്, ഭരണകൂടത്തിൽ നിന്നിട്ട് ധാരാളം എതിർപ്പുകൾ നേരിടേണ്ടി വന്നത്. ആ എതിർപ്പുകളെയെല്ലാം, ആ പ്രതിസന്ധികളെയെല്ലാം അദ്ദേഹത്തിന് അതിജീവിക്കണോ സാധിച്ചത് അദ്ദേഹത്തിന് വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമായിട്ടെന്ത്, അചഞ്ചലമായിട്ടിക്കരെ പാറ പോലോത്ത, മല പോലോത്ത അടിയുറച്ച അചലമായ വിശ്വാസം കൊണ്ടായിട്ടെന്ത് അദ്ദേഹത്തിന് ആ എതിർപ്പുകളെയെല്ലാം തന്നെ നേരിടേണ്ടി വന്നത്. ഇതായിട്ടിക്കറ് ഈ പെരുന്നാൾ ദിവസത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ട, നാം ഓർത്തിരിക്കേണ്ട പ്രധാനമായിട്ടിക്കറ കാര്യം ഇതായിട്ടിക്കറ്. ഈ ഒരു മാർഗം അവലംബിക്കണുണ്ടോ,
ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വീകരിച്ച ആ മാർഗം അവലംബിക്കണുണ്ടോ? പരിശുദ്ധ ഖുർആൻ നമ്മളെ പടിപ്പാട്ട് ചൊല്ലറോ മില്ലത്ത് ഇബ്രാഹിം. എന്തിനെ മില്ലത്ത് ഇബ്രാഹിം കൊണ്ട് ചൊന്നെങ്കിൽ അതേ ആ മഹാനായ ആ ശക്തനായിട്ടിക്കര ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമാകുന്ന ആ മഹാപ്രവാചകന്റെ ജീവിത ചര്യയായിട്ടിക്കറ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമ്മുടെ പ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചൊല്ലുന്നതായിട്ടിക്കറ സുമ്മ വഹൈനാ ഇലൈക അനിത്തബിഅ മില്ലത ഇബ്രാഹിം ഹനീഫ വമാ കാന മിനൽ മുശ്രികീൻ. ഓ പ്രവാചകരെ, നിങ്ങൾക്ക് നാം ദിവ്യവാണിയിലൂടെ സന്ദേശം തണ്ട. എന്തിരെ? അനിത്തബിഅ മില്ലത ഇബ്രാഹിം ഹനീഫ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാത. അതെ, ഏകനിഷ്ഠരായിട്ട് അടിയുറച്ചു നിന്ന് അജലമായിട്ട് ഉറച്ചു നിന്ന് പാറ പോലെ മല പോലെ ഉറച്ചു നിന്ന് ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പാതയായിട്ടിക്കണോ, ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലെ സമ്പ്രദായമായിട്ടിക്കണോ നിങ്ങൾ ഫോളോ ആക്കേണ്ടത്, നിങ്ങൾ പിൻപറ്റേണ്ടത്. എന്നല്ലാണ്ട് അബൂ താലിബിന്റെ മാർഗമല്ല, അബൂജഹലിന്റെയും അബൂലഹബിന്റെയും പദത്തിലല്ല, അവരുടെ സമ്പ്രദായത്തിലല്ല. പിന്നെയോ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലെ ആ സമ്പ്രദായത്തിലായിരിക്കണം നിങ്ങൾ അടിയുറച്ചു നിൽക്കേണ്ടത്. ومن يرغب عن ملة إبراهيم إلا من سفه نفسه. ആ മില്ലത്തിനെ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ആ സമ്പ്രദായത്തെ, ഇബ്രാഹിമി സമ്പ്രദായത്തെ, ഇബ്രാഹിമി മാർഗത്തെ തിരസ്കരിക്കുന്നവനോ ഇഷ്ടപ്പെടാത്തവനോ ആരാണ്? അവനായിട്ടിക്കറ വിഡ്ഢി, അവനായിട്ടിക്കറ ഭോഷൻ, അവനായിട്ടിക്കറ മൂർഖൻ, മൂർഖതനത്തിൽ പെട്ടുപോയവനായിട്ടിക്കറ പരിശുദ്ധ ഖുർആൻ ചൊല്ലുറോ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനിട്ട് ചൊന്തു. പരിശുദ്ധ ഖുർആനിൽ കാണാം, അസ്ലിം, ഇബ്രാഹിമേ നീ മുസ്ലിം ആകണോണ്ടു, ഇബ്രാഹിമേ നീ മുസ്ലിം ആകണം, മുസ്ലിം ആകണോണ്ട് അല്ലാഹു തആല ചൊല്ലുമ്പോ ഇബ്രാഹിം നബി അതൊക്കെ എതിരായിട്ടൊന്നും ചൊന്നില്ല. എന്ത് റബ്ബേ ഞാൻ മുസ്ലിം ആകട്ടെ, ഞാൻ മുസ്ലിം അല്ലേ, ഇപ്പോ നിന്റെ പേര് ഇസ്ലാമിന്റെ പേരല്ലേ, പിന്നെ എങ്ങനെയാ പിന്നെ ഇതിനേക്കാളും അപ്പുറം മുസ്ലിം ആകേണ്ടത് എന്ന ഒരു പളക്കം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നില്ല. ഉടനെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്ന പളക്ക അസ്ലംതു ലിറബ്ബിൽ ആലമീൻ ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം, ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം. ഓ ഇബ്രാഹിമേ നീ മുസ്ലിമാകണം, ഇബ്രാഹിമേ നീ മുസ്ലിമാകണം. കാനേഷുമാരി മുസ്ലിമല്ല, OBC മുസ്ലിമല്ല. പൂർണ്ണമായ അർപ്പണബോധത്തോടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ അതേ ശിരഭാഗരെ തലഭാഗരെ അർപ്പണബോധത്തോടെ കീഴൊതുങ്ങി ജീവിക്കര ആ ഇസ്ലാം, ആ മുസ്ലിം നീനാകണം. ഉടനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മറുപടി അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനായിട്ടിക്കരെ, ലോകത്തിലെ നിയന്താവായിട്ടിക്കര, റബ്ബായിട്ടിക്കര അല്ലാഹു തആലാക്ക് ഞാനിതാ പൂർണ്ണമായും ഞാൻ കീഴൊതുങ്ങി ജീവിക്കരെ, എന്തും ഞാൻ തയ്യാറാണ് റബ്ബേ, നിനക്കിതാ ഞാൻ ശിരഭാഗി തലഭാഗി ഞാൻ ജീവിക്കൊടുക്കുക തയ്യാറാണ്. അതാ അള്ളാഹു ടെസ്റ്റാക്കർ. പിന്നീട് ടെസ്റ്റാക്കർ അള്ളാഹ്ക്ക് പിടിയാവണക്ക് വേണ്ടിയല്ല, ലോകത്തിലെ ഖിയാമത്ത് നാൾ വരെ വേണ്ട ജനങ്ങൾക്കത് മനസ്സിലാകണം. അദ്ദേഹം എങ്ങനെ അല്ലാഹുവിന്റെ മുന്നിൽ തലഭാഗി ശിരഭാഗിയിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് അല്ലാഹു തആല അദ്ദേഹത്തെ പരീക്ഷിക്കറ്. എങ്ങനെയുള്ള പരീക്ഷ? നാം സാധാരണ ചില പരീക്ഷണങ്ങളെ പറ്റിയൊക്കെ നാം നമ്മുടെ നാടൻ ഭാഷയിൽ നാം നമ്മുടെ പളക്കത്തിൽ നാം ചൊല്ലാറുണ്ടല്ലോ, അഗ്നിപരീക്ഷാണ്ട്, അഗ്നിപരീക്ഷ. അതേ ശരിയായ നിലക്കുള്ള അഗ്നിപരീക്ഷയായിട്ടുണ്ട് പിന്നീട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിക്ക് അനുഭവിക്കേണ്ടി വന്നത്. കാരണം അല്ലാഹുവിന്റെ അദ്ദേഹം ചൊന്നല്ലോ അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാനിതാ പൂർണ്ണമായും നിന്റെ ശിരഭാഗണക്ക് ഞാൻ തയ്യാറായിട്ട് അല്ലാഹു തആല പരീക്ഷിക്കറ്. അങ്ങനെ പരീക്ഷണത്തിന്റെ കൊടുങ്കാറ്റുകൾ നീറുന്ന 100 പരീക്ഷണങ്ങൾ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല ചൊല്ലുന്നു, വഇദ് ഇബ്തലാ ഇബ്രാഹീമ റബ്ബുഹു ബികലിമാത്തിൻ ഫതമ്മഹുന്ന.
ഇബ്രാഹിം നബിയെ തൻ്റെ റബ്ബ് ചില വിഷയങ്ങളിൽ പരീക്ഷിച്ചിട്ട്, അതേ പ്രിയമുള്ളവരെ, തൻ്റെ വൃദ്ധാപ്പയുടെ അവസ്ഥ 80 വർഷം കഴിഞ്ഞ് അങ്ങനെ 100 ആ സമയം പടുവൃദ്ധനായിട്ടിരിക്കുന്ന അവസ്ഥ, തലമുടിയെല്ലാം നരച്ചു പോയിട്ട്, താടിമീശയെല്ലാം നരച്ചു പോയിട്ട്, നെറ്റിയെല്ലാം ചുളിഞ്ഞു പോയിട്ട്, അങ്ങനെ വല്ലാത്ത അവശനായിട്ടിരിക്കുന്ന വൃദ്ധാപ്പയുടെ അവസ്ഥയിലേക്ക് എത്തുമ്പോഴത്തോ അല്ലാഹുവോട് പ്രാർത്ഥിക്കരുത്, തനിക്കൊരു പിഞ്ചു കുഞ്ഞിനെ കാണണം, ഒരു കുഞ്ഞിൻ്റെ കാലുകൾ എന്നൊക്കെ കാണണം. നിരന്തരമായ നിലക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച് അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കുഞ്ഞിനെ പ്രദാനം ചെയ്യാറ്. അത് അല്ലാഹുവിനെ അദ്ദേഹം സ്തുതിക്കരുത്. പരിശുദ്ധ ഖുർആനിൽ കാണാം, അൽഹംദുലില്ലാഹ് അല്ലദീ വഹബ ലീ അലൽ കിബരി ഇസ്മാഈൽ. നിന്റെ വൃദ്ധാപ്പയുടെ അവസ്ഥയിൽ, നിന്റെ വാർദ്ധക്യത്തിന്റെ അവസ്ഥയിൽ നക്കൊരു സന്താനത്തെ പ്രദാനം ചെയ്ത അല്ലാഹ്, നിനക്കായിട്ടൊരു സർവസ്തുതിയും സകല സ്തുതിയും. ആ കുഞ്ഞിരെ മനസ്സിലാക്കണം, ആ കുഞ്ഞിരെ അങ്ങേയറ്റം പ്രാർത്ഥിച്ച് ദുആയിരന്ന് ലഭിച്ചതായിരിക്കുന്ന ആ കുഞ്ഞിരെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ കുഞ്ഞിനെയും അതിലെ ഉമ്മ ഹാജറയെയും മക്ക മണലാരണ്യത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കണോണ്ട് അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്. ഞാൻ ചരിത്രം ചൊല്ലുന്നതല്ല, സംക്ഷിപ്തമായിട്ട് വളരെ ബ്രീഫായിട്ട് നിങ്ങളെ മനസ്സിലാക്കി തന്നതാണ്. മക്ക മണലാരണ്യത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കണോണ്ട് അല്ലാഹുവിന്റെ ഉത്തരവ്, അല്ലാഹുവിന്റെ കൽപ്പന. മക്കാണ്ട് ചൊല്ലുമ്പോൾ ഇണ്ടത്തെ മക്ക നിങ്ങളെ മനസ്സിലേക്ക് പോകുന്നു തീരാ. ഇണ്ടത്തെ മക്കയല്ല, ഇണ്ടത്തെ മക്കാണ്ട് ചൊന്നെങ്കിൽ അത് മെട്രോപൊളിറ്റൻ സിറ്റി ആണല്ലോ. ധാരാളം വാഹന സൗകര്യങ്ങളുണ്ട്, ധാരാളം ജനങ്ങളുണ്ട്. ലോകത്തിലെ നാനാഭാഗത്തു നിന്ന് ജനങ്ങളും ഫലങ്ങളും പഴങ്ങളും എല്ലാം തന്നെ ഒഴുകി എത്ര മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. പക്ഷെ ഇത് 4000 സംവത്സരങ്ങൾക്ക് മുന്നോളാണ്. 4000 സംവത്സരങ്ങൾക്ക് മുമ്പ് മക്കാട്ട് ചെന്നെങ്കിൽ അത് വിജനമായിട്ടിരിക്കുന്ന ജനവാസമില്ല, അവിടെ തണ്ണിയില്ല, ഫലങ്ങളില്ല, പുല്ലുകളോ മരങ്ങളോ മുളക്കാത്ത ഉശ്വരമായ ഭൂമിയായിട്ടിക്കറ്. അതേ പാറമടലുകൾക്കിടയിൽ നിട്ടതാ കേക്കറ ശബ്ദം ചെന്നായിക്കളുടെ ശബ്ദമായിട്ടിക്കറ്, ഹിംസ്ര വന്യജീവികൾക്കുള്ള ശബ്ദമായിട്ടിക്കറ്. അങ്ങനെയുള്ള ഉശ്വരമായ മക്കാ മണലാരണ്യത്തിൽ കൊണ്ടു താമസിക്കുന്നു. അല്ലാഹുവിന്റെ കൽപ്പന വന്നു, താമസിപ്പിച്ചു. ചരിത്രം നിങ്ങൾക്ക് പിടിയുണ്ട്, ഞാൻ ചരിത്രം റിപ്പീറ്റ് ആക്കുന്നില്ല. അതിൽ അദ്ദേഹം സഫലനായി വിജയിച്ചു, സക്സസ് ആയി. പിന്നീട് കുറെ കഴിഞ്ഞപ്പോ ആ കുട്ടി ഇങ്ങനെ വളർന്ന് വലുതായിട്ട് ഏകദേശം നടക്കാനുള്ള പ്രായമാകുമ്പോഴത്തോ അതാ മറ്റൊരു അഗ്നിപരീക്ഷയായിട്ട് എന്തേ മോനെ അറുക്കണം. ആ പിഞ്ചു പൈതലിനെ ഇസ്മായിലിനെ അതേ അറുക്കണോണ്ടുള്ള അല്ലാഹുവിന്റെ കൽപ്പന. ആ കൽപ്പന വന്നപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിലും വിജയിച്ചു. മകനെ അറുക്കുന്നതിന് പകരം അല്ലാഹു തആല ആടിനെ അറുക്കാൻ വേണ്ടി കൽപ്പിച്ചു. അതിന്റെ പിന്നിൽ വലിയ ഒരു ഉദ്ദേശം, വലിയ ഒരു ലക്ഷ്യം അല്ലാഹു തആലക്കിന്ത്. കാരണം അതുവരെ ദേവീ ദേവതകൾക്ക് മനുഷ്യബലി നടത്തുന്ന സമ്പ്രദായം എന്ത്? മനുഷ്യനെ ബലി കൊടുക്കുന്ന സമ്പ്രദായം. ആ സമ്പ്രദായത്തെ ഇല്ലായ്മ ചെയ്യലായിരുന്നു അതിന്റെ ഉദ്ദേശം. അതിന് പിന്നിലൊരു ഉദ്ദേശം കൂടി, മനുഷ്യരെ ബലി നൽകണ കുത്തീറ. പിന്നെയോ മൃഗത്തെ ആയിട്ടിക്കണം മനുഷ്യനക്ക് തിന്നണക്ക് വേണ്ടി ബലി നൽകേണ്ടത്. മനുഷ്യബലി അത് നിങ്ങൾ അവസാനിപ്പിക്കണോണ്ടുള്ള ഒരു സന്ദേശമായിട്ടുണ്ട്. അതിലൂടെ അല്ലാഹു തആല ലോകത്തേക്ക് നൽകിയത്. അതിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിജയിച്ചിട്ട് പിന്നീടതാ കുറെ കഴിഞ്ഞപ്പോ കഅബാലയം കെട്ടിപ്പണിയാൻ വേണ്ടി മകനോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ മകനുമായി കഅബാലയത്തെ കെട്ടിപ്പണിയുന്നു. കഅബാലയം അവിടുന്ന് പുനർനിർമ്മിക്കുന്നു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കഅബാലയത്തിന്റെ പണി പൂർത്തീകരിച്ചു. എന്നിട്ടതാ ഹജ്ജിനായിട്ട് ജനങ്ങളെ ക്ഷണിച്ചു. അങ്ങനെ ലോകത്തിന്റെ നാനാഭാഗത്തിൽ നിന്ന് അള്ളാഹുവിന്റെ വിളിക്കുത്തരം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ നാവിലൂടെ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരമായിട്ട് ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന് ഹജ്ജ് തീർത്ഥാടനത്തിന് വേണ്ടി അവിടെ ഇതാ ഒഴുകിയെത്തുക. 150-ലധികം രാജ്യങ്ങളിൽ നിന്നിട്ട് 10-20 ലക്ഷത്തിലധികം ആളുകളതാ ഈ വർഷവും അവിടെ ഹജ്ജിനായി എത്തിയിരിക്കുകയാണ്. എന്താണ് പ്രിയമുള്ളവരെ ഹജ്ജ്? അവിടെയെല്ലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ
ആ ആദർശങ്ങൾ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മാതൃക ഞാൻ എൻ്റെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കും. ആ തൗഹീദി മാതൃക, ആ മില്ലത്ത് ഇബ്രാഹിമി സമ്പ്രദായം അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കാത്തു സൂക്ഷിക്കൊണ്ട് ചൊന്ന് അവിടെ പോയി പ്രതിജ്ഞ എടുക്കലാണ് ഹജ്ജ് എന്ന് ചൊല്ലുന്നത്. അതുകൊണ്ട് എത്രയോ ലക്ഷങ്ങൾ ചെലവാക്കിയും കൊണ്ട് അതാ മക്കയിലേക്ക് അവർ ഒഴുകിയെത്തുകയാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ത്യാഗനിർഭരമായ ആ സ്മരണകൾ അവിടെ വെച്ചും അവർ പുതുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതാണ് ഹജ്ജിൽ നാം കാണരുത്. അതിന് പുറമെ ആ ഹജ്ജിലുള്ള മറ്റൊരു സന്ദേശം വിശ്വമാനവികതയുടെ സന്ദേശമായിട്ട് കയറാം. എന്തൊരു വിശ്വമാനവികതയുടെ സന്ദേശം ഉണ്ട് ചൊന്നെങ്കിൽ മനുഷ്യരെല്ലാം ഒന്നാണ്, മനുഷ്യ സമൂഹം കൊണ്ട് ചൊല്ലുന്നത് ഒന്നാണ് എന്നുള്ള ഒരു വിളംബരമായിട്ട് കയറ്. സമത്വമാണ്, ഇസ്ലാമിക ഐക്യം, അതേപോലെ തന്നെ മാനവിക ഐക്യം, അതിൻ്റെ സന്ദേശമാണ് ഹജ്ജിലൂടെ ഉണ്ടാകുന്നത്. അതാണല്ലോ മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അവസാനത്തെ ഹജ്ജിന്റെ സന്ദർഭം അവിടെ നടത്തിയ ഒരു ഖുത്ബത്തുൽ വിദാ നമുക്കൊക്കെ പരിചയമുള്ളതാണല്ലോ. വിദായ ഭാഷണത്തിൽ അല്ലാഹു ഒരു റസൂൽ ചൊന്ന ഒരു പഴക്കം ഇന്നത്തെ ദിവസം വളരെയേറെ അനുസ്മരിക്കേണ്ട ഒരു സന്ദർഭമാണ്. എന്തിനെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്ന ആ ശ്രദ്ധേയമായ പഴക്കം, മനുഷ്യരെ ഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ അബ്ബ ഒന്നാണ്, നിങ്ങളുടെ അബ്ബ ഒന്നാണ്. വഇന്ന ഉമ്മക്കും വാഹിദ, നിങ്ങളുടെ ഉമ്മ ഒന്നാണ്. കുല്ലുക്കും മിൻ ആദം വആദമു മിൻ തുറാബ്, നിങ്ങളെല്ലാം ആദമിൽ നിന്നിട്ടാണ്, ആദമാകട്ടെ മണ്ണിൽ നിന്നാണ്. നോക്കണം, നിങ്ങളുടെ അബ്ബ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ ഹവ്വ, ആ ഏകനായ ആദം, അതേപോലെ തന്നെ ഏകിയായ ഹവ്വ, ആ ഹവ്വായുടെയും ആദമിൻ്റെയും മക്കളാണ് നമ്മൾ. അവിടെ വംശീയതക്ക് സ്ഥാനമില്ല, അവിടെ വർഗീയതക്ക് സ്ഥാനമില്ല, പക്ഷപാതിത്വത്തക്ക് സമ്പ്രദായത്തിന് അവിടെ സ്ഥാനമില്ല, സാമുദായികതയ്ക്ക് അവിടെ സ്ഥാനമില്ല. അതെല്ലാം അത്തരത്തിലുള്ള ഉച്ച നീചത്വങ്ങൾ അല്ലാഹുവിന്റെ റസൂലോട് നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത്. തുടർന്ന് അല്ലാഹുവിന്റെ റസൂൽ ചൊന്നത്, ലാ ഫളല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ, ഒരു അറബിക്ക് അനറബിയേക്കാൾ ശ്രേഷ്ഠതയില്ല, അറബിയേക്കാൾ ശ്രേഷ്ഠതയില്ല. വലാലി അബ്യദ അലാ അസ്വദ, വെളുത്തവന് കറുത്തവനേക്കാൾ, കറുത്തവന് വെളുത്തവനേക്കാൾ യാതൊരു ശ്രേഷ്ഠതയുമില്ല. വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രിയമുള്ളവരെ. 1400 വർഷങ്ങൾക്ക് മുമ്പായിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്നത്, ഈ 20-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലും അമേരിക്കയിലും ഈ വെളുത്ത വർഗക്കാരിൽ നിന്നിട്ട് നേരിടുന്ന ആ പീഡനങ്ങൾക്ക്, അവരുടെ ദണ്ഡനങ്ങൾക്ക്, താടനങ്ങൾക്ക് എതിരായിട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയ കറുത്ത വർഗക്കാർ, നീഗ്രോ വർഗക്കാർ ഈ 20-ാം നൂറ്റാണ്ടിലായിട്ടിക്കറ്. എന്നാൽ ഇത് ചൊല്ലുന്നത് അല്ലാഹുവിന്റെ റസൂല് 14 നൂറ്റാണ്ടുകൾക്ക് മുന്നിലായിട്ടിക്കുന്നുണ്ട്. മനസ്സിലാക്കണം, 14 നൂറ്റാണ്ടുകൾക്ക് മുന്നിലായിട്ടിക്കൽ അല്ലാഹുവിന്റെ റസൂൽ ഈ കാര്യം ചൊല്ലുന്നത് എന്തിനെ? വെളുത്തവന് കറുത്തവനേക്കാൾ, കറുത്തവന് വെളുത്തവനേക്കാൾ യാതൊരു ശ്രേഷ്ഠതയുമില്ല. കണ്ടില്ലേ? മാനവിക ഐക്യം, അതേപോലെ ഇസ്ലാമികമായ ഐക്യം, അതാണ് ഹജ്ജ് വിളംബരം ചെയ്യുന്നത്. അവിടെ എല്ലാവരും ആദമിൻ്റെയും ഹവ്വായിൻ്റെയും മക്കളാണ് എന്ന ബോധം, അതേപോലെ തന്നെ ഇസ്ലാമികമായ ഐക്യം, ഒരു ഉമ്മത്ത്, ഒരു അള്ളാഹുവിൻ്റെ അടിമ, ഒരു ദീനിൻ്റെ അനുയായികൾ എന്ന ബോധമാണ് അവിടെ ഉണ്ടാകേണ്ടത്. കക്ഷിത്വത്തിന് യാതൊരു സ്ഥാനവും ഇസ്ലാമിലില്ല, വിഭജനത്തിന് യാതൊരു സ്ഥാനവുമില്ല. ഐക്യം, ഒത്തൊരുമ, രഞ്ജിപ്പ് അതായിരിക്കണം. അതാണ് മഹാനായ അല്ലാമ ഇഖ്ബാലിലെ വളരെ ശ്രദ്ധേയമായ കവിതാ ശ്ലോകം. വളരെ ശ്രദ്ധേയമായിട്ട് മഹാനായ അല്ലാമ ഇഖ്ബാൽ ചൊല്ലുറോ, ഹർമേ പാക്ക് ബി അല്ലാഹ് ബി ഖുർആൻ ബി ഏക് മൻഫഅത് ഏക് ഇസ് ഖൗം കി നുഖ്സാൻ ബി ഏക്. എത്ര നല്ല മനോഹരമായ വാക്കാണ്. ഹറമേ പാക്ക് ബി അല്ലാഹ് ബി ഖുർആൻ ബി ഏക്. ഹറം ഒന്നായിട്ടിക്കറ, അല്ലാഹു ഒന്നായിട്ടിക്കറ, ഖുർആൻ ഒന്നായിട്ടിക്കറ, മൻഫഅത് ഏക് ഇസ് ഖൗം കി നുഖ്സാൻ ബി ഏക്. ഈ ഉമ്മത്തിലെ നുഖ്സാനും മൻഫഅത്തും ഗുണവും ദോഷവും ഒന്നായിട്ടിക്കറ. ഏക് ഹി സബ്കാ നബി
ദീൻ ബി ഈമാൻ ബി ഏക്. എല്ലാവരുടെയും ദീൻ ഒന്നായിട്ടിക്കറ്, നബി ഒന്നായിട്ടിക്കറ്, ഈമാൻ ഒന്നായിട്ടിക്കറ്. എന്നിട്ട് അദ്ദേഹം ചൊല്ലൊരു പഴക്കമുണ്ട്, കുച്ച് ബഡി ബാത്ത് തീ, വലിയ ഒരു കാര്യമാകുമായിരുന്നു. കുച്ച് ബഡി ബാത്ത് തീ ഹോത്തെ ജോ മുസൽമാൻ ബി ഏക്, ഹോത്തെ ജോ മുസൽമാൻ ബി ഏക്. മുസ്ലിമീങ്ങളും ഒന്നായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന അല്ലാമ ഇഖ്ബാൽ പാടുകയാണ്. പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ സന്ദേശം ഇതാണ്. അതാണ് ഹജ്ജിന്റെ സന്ദേശം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സംവിധാനിച്ച ഹജ്ജിന്റെ സന്ദേശം ഇതായിട്ടിക്കറ്. അതേ, എല്ലാവരും ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ, ഒരു കപ്പിത്താനിലെ അതേ ഒരു ഹഡ്ഗുവിൽ ഒരു കഷ്ടിയിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ പോലെ ഒറ്റക്കെട്ടാകണം. ഒരു തസ്ബീഹിലെ മുത്തുമണി മാലകളെ പോലെ, മുത്തുമണികൾ മാലകൾ കോർത്ത മുത്തുമണികൾ പോലെ ഒന്നാകണം. ഇതായിട്ടിക്കറ് ഹജ്ജിലൂടെ കിട്ടുന്ന സന്ദേശം. അതാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം സംവിധാനിച്ച ഹജ്ജിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശം, മെസ്സേജ്. അതാണ് ഇന്നത്തെ ദിവസം നമുക്ക് ഓർക്കാനുള്ളത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഞാൻ അവസാനിപ്പിക്കൊണ്ട് പോരാ. ഇനി നമുക്ക് കുറേ പേർക്ക് ഇവിടെ പ്രാർത്ഥിക്കൊണ്ട് കൊണ്ടു, അതേപോലെ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചൊല്ലണം കൊണ്ടു. അതെല്ലാം കേട്ടിട്ട് എല്ലാവരും പരസ്പരം ഹസ്തദാനം ചെയ്തിട്ടായിരിക്കണം ഈ പള്ളിയിൽ നിന്നിട്ട് പുറത്തേക്ക് പോകേണ്ടത്. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ഈ പള്ളിയിൽ ഒരുപാട് കാലം ഈ പള്ളിയുടെ ചുമതല വഹിച്ചിരുന്ന ഹൈക്കോ മൊയ്തീൻ ഹാജി, അദ്ദേഹം ഉണ്ട് നമ്മളൊട്ടികയില്ല, നമ്മുടെ ജൊത്തയിലില്ല. എനിക്ക് പ്രത്യേകിച്ചും അയാളുമായി നല്ല കടപ്പാടാണ് ഇക്കരുത്. കാരണം അയാൾ സ്വന്തം മോനെ പോലെയാണ്. ഒരു പള്ളിയുടെ ഇമാമ് എന്നതിനപ്പുറം സ്വന്തം മോനെ പോലെ അയാൾ എന്നെ കണ്ടിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ ഞാനിവിടെ നിൽക്കുമ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ വായിൽ പുളക്കത്തിൽ അദ്ദേഹം ചൊല്ലുമായിരുന്നു. അത്രക്കും നല്ല ഒരു സ്നേഹമസൃണമായ മനസ്സിൻ്റെ ഉടമയാണ് ഐക്കോ മൊയ്തീൻ ഹാജി. അദ്ദേഹമുണ്ട്, നമ്മളൊട്ടികയില്ല. അദ്ദേഹത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ഖബറിനെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബർ അല്ലാഹു തആല പ്രകാശിക്കുമാറാകട്ടെ. അദ്ദേഹത്തെയും നമ്മളെയും അല്ലാഹു തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ശാശ്വതമായി ഒരുമിച്ച് കൂടുകൊണ്ടുള്ള സൗഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ ഈ പള്ളിയിൽ കുറേ കാലം ബാങ്ക് കൊടുത്തിരുന്ന മുഅസ്സിനായിരുന്ന ഷബീറ കാണ്ടിച്ചുള്ളൊരാൾ, അദ്ദേഹമുണ്ട്, നമ്മളൊട്ടികയില്ല. അദ്ദേഹം മറ്റൊരു ലോകത്താണ്, ബർസഖിയായ ലോകത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ആഖിറം വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അതേപോലെ തന്നെ വളരെ വിചിത്രമായിട്ടിക്കർ ഒരു രോഗം കൊണ്ട് ബുദ്ധിമുട്ടരെ പരീക്ഷിക്കര ഒരാളായിട്ടിക്കർ MG മുഹമ്മദ് കാണ്ടിച്ചുള്ളൊരാൾ, അല്ലാഹുവിൻ്റെ ദീനിക്ക് വേണ്ടി തൗഹീദിക്ക് വേണ്ടി ഒരുപാട് പരിശ്രമിച്ച് ത്യാഗം ചെയ്ത ഒരാളായിട്ടിക്കർ MG മുഹമ്മദ് ആക്ക. അദ്ദേഹം വളരെ പ്രയാസത്തിലാണ്. ആഴ്ചകളല്ല, മാസങ്ങളല്ല, വർഷങ്ങളായി അദ്ദേഹം ഒരു വിചിത്രമായിരിക്കുന്ന രോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും വേഗത്തിൽ അദ്ദേഹത്തിൻ്റെ രോഗം അല്ലാഹു പൂർണ്ണമായ നിലക്ക് ശിഫ നൽകുമാറാകട്ടെ. പൂർണ്ണമായ ആരോഗ്യത്തോടെ തിരിച്ചു വന്ന് അല്ലാഹുവിൻ്റെ ദീനിക തൗഹീദിക്ക് വേണ്ടി പരിശ്രമിക്കണോ അല്ലാഹു അദ്ദേഹത്തിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, പിന്നീട് നിങ്ങളെന്ന ഉണർത്തുണുള്ളത് നമ്മുടെ മദ്രസിൻ്റെ കലക്ഷനാണ്. ഒരുപാട് ആളുകൾ ഈ തൗഹീദിനെ, ഈ പ്രസ്ഥാനത്തെ, ഈ പള്ളിയെ, ഈ മദ്രസിനെ സ്നേഹിക്കുന്നവരുണ്ട്. അവരുടെ ആ സ്നേഹത്തിൻ്റെ ഫലമായി, അവരുടെ ആ സംഭാവനയുടെ ഫലമായി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മദ്രസ സംബന്ധമായി നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് സേവനങ്ങൾ ചെയ്തവരുണ്ട്. ആ സേവനം ചെയ്തവർക്കൊക്കെ അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇണ്ടത്തെ ദിവസവും എൻ്റെ സഹോദരങ്ങളെ സഹോദരിമാരട്ടെ ചൊല്ലുകൊള്ളുന്നത് ഇതാണ്: ഉദാരമായ നിലയ്ക്ക് നിങ്ങൾ സംഭാവന ചെയ്യണം. 200-ലധികം മക്കൾ ഇവിടെ പഠിക്കരുത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു റായത്ത് ഈമാൻ ദീന് നിലനിൽക്കരുത് അവിടെയുള്ള ദീനി വിജ്ഞാനം കൊണ്ടായിട്ടിക്കരുത്. ദീനി വിജ്ഞാനമില്ലെങ്കിൽ അവിടെ ദീന് നിലനിൽക്കൂല, അവിടെ ഈമാൻ ഉണ്ടാവൂല. അതുകൊണ്ട് ഇത് ഇൽമിൻ്റെ കേന്ദ്രമായി കുതിർവളി മാറണം, ഈമാനിൻ്റെ കേന്ദ്രമായി മാറണം. ഇവിടെ തന്നെ ഇപ്പം തന്നെ 200-ലധികം ആളുകൾ പഠിക്കരുത്. എല്ലാം പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ സഹായം കൊണ്ടും പിന്നെ നിങ്ങളുടെ സേവനം കൊണ്ടും നിങ്ങളുടെ സംഭാവന കൊണ്ടുമായിട്ടിക്കരുത്. ഇത് നല്ലപോലെ മനസ്സിലാക്കി ഇണ്ടത്തെ സംഭാവന നിങ്ങൾ വിജയിപ്പിക്കണം. ഉദാരമായ നിലക്ക് നിങ്ങളുടെ സംഭാവന ചെയ്യണം. കാരണം ഇണ്ടത്തെ നാൾ,
ഇണ്ടത്തെ നാൾ ദിൽഹിജ്ജ 10 പെരുന്നാൾ ദിവസങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു ഏറ്റവും ശ്രേഷ്ഠമായിട്ടിരിക്കുന്ന ദിവസമായിട്ടിരിക്കുന്ന ഇണ്ടത്തെ ദിവസം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സദഖാക്ക് പ്രത്യേകമായ പുണ്യമുള്ള ദിവസമായിട്ടിരിക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ കൂട്ടിക്കൊണ്ട് പ്രത്യേകിച്ചും എല്ലാ സഹാബികളും തൊട്ട് സംഭാവന കളക്ട് ആക്കിയതിന് ശേഷം പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് പോയിട്ട് അവിടെ നിന്നും സംഭാവന സ്വീകരിക്കുമായിരുന്നു. സദഖ അതിന്റെ പ്രതിഫലം അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് ചൊന്നു കൊടുക്കുമ്പോൾ ഓരോ ഉമ്മമാർ സഹോദരിമാർ അവരുടെ ശരീരത്തിൽ ധരിച്ച ആഭരണങ്ങൾ പോലും ഊരിയെടുത്തും കൊണ്ട് ആ സംഭാവനയുടെ പെട്ടിയിലേക്ക് അവരിടുമായിരുന്നു. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, ഉദാരമായ നിലക്ക് നിങ്ങൾ സംഭാവന ചെയ്യണം ഇന്നത്തെ ദിവസം. അതിന് പുറമെ എൻ്റെ സഹോദരിമാർക്ക് ഞാൻ ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുള്ളത്, നമ്മുടെ ഈ കുദ്രോളിയിൽ ഈ ദാറുൽ ഖൈർ മദ്രസയുമായി ബന്ധപ്പെട്ടിട്ട് പെണ്ണുങ്ങൾക്ക് ഒരു ദഅവാ കോഴ്സ് ഇൻഷാ അല്ലാഹ് അടുത്ത മാസം ജൂലൈ മാസത്തിൽ തുടങ്ങുന്നു പോകും. പെണ്ണുങ്ങൾക്ക് മാത്രം 12 വർഷത്തിന് മേലെയുള്ള എല്ലാവർക്കും, അത് എത്ര മേലെയായാലും 12 വർഷത്തിന് മേലെയുള്ള പെൺമക്കൾക്ക് ഒരു ദഅവാ കോഴ്സ് ഇവിടെ തുടങ്ങുന്നു പോകും. അത് ഒരു വാരത്തിൽ 4 ദിവസം, തിങ്കളാഴ്ച മൺഡേ തുടങ്ങിയിട്ട് തേഴ്സ്ഡേയോളം 4 ദിവസം 10 മണിക്ക് തുടങ്ങിയെങ്കിൽ 11:30 അവസാനിക്കര് ഒരു ദഅവാ കോഴ്സായിട്ടിക്കര് പെണ്ണുങ്ങൾക്ക് മാത്രമുള്ളത്. ആ ദഅവാ കോഴ്സിൽ നിങ്ങൾ പൂർണ്ണമായ നിലക്ക് നിങ്ങൾ സഹകരിക്കണം. നിങ്ങളുടെ പെൺകുട്ടികളെ അതിലേക്ക് നിങ്ങൾ അയക്കണം. അത് പഠിപ്പാട്ടിനുള്ള നല്ല നല്ല ടീച്ചർമാരൊക്കെ എല്ലാം റെഡിയായിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരിമാർക്ക് ഇതൊരു സന്തോഷ വാർത്തയായിട്ട് എടുക്കണം. കാരണം പെൺമക്കൾ നന്നായാൽ ലോകം നന്നായി എന്നാണ്. അതുകൊണ്ടൊരു ഇസ്ലാമികമായ മാഹവലിലൂടെ അവർ വളർന്നു വരണക്ക് വേണ്ടി ആ ദഅവാ കോഴ്സിൽ നിങ്ങൾ എന്താക്കണം, സഹകരിക്കണോട്ട് എല്ലാവരെയും ഞാൻ ഉണർത്തരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾ, നമ്മുടെ എല്ലാ സംരംഭങ്ങൾ അല്ലാഹു തആല വിജയിപ്പിച്ച് തരുമാറാകട്ടെ. ഈ പള്ളിക്ക് അതേപോലെ തന്നെ ഈ മദ്രസയ്ക്ക് വേണ്ടി സഹായിക്കരെ, സഹകരിക്കരെ, തനുമന ധനങ്ങളിലൂടെ സഹകരിക്കരെ. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സമ്പത്തിൽ, അവരുടെ മക്കളിൽ അല്ലാഹു ധാരാളം ബർക്കത്ത് ചൊരിയുമാറാകട്ടെ. എൻ്റെ സഹോദരങ്ങളെ സഹോദരിമാരെ, സംഭാവന ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഉദാരമായ നിലക്ക് നിങ്ങൾ സംഭാവന ചെയ്യണം. അല്ലാഹു തആല അതിരെ ജാരിയായ സദഖയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم احفظ الحجاج والمعتمرين. اللهم احفظ الحجاج والمعتمرين. اللهم يسر لهم لأداء مناسك الحج يا رب العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.